നമ്മളടുത്ത് മഞ്ചേരി കുള്ളൻ നേന്ത്രവാഴ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ അധികം വെള്ളം കിട്ടാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ മഞ്ചേരിക്കുള്ളൻ വാഴ വെക്കുക. അതാകുമ്പോൾ ഒരു 5 മുതൽ 5.5 മാസത്തിനുള്ളിൽ കുലക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കടും വേനലിൻ്റെ മുന്നേ തന്നെ വെട്ടിത്തീരാം. ഇപ്പോഴാണ് ചില പറമ്പിലൊക്കെ കാണുന്നത്, പറമ്പിലും പാടത്തൊക്കെ ഉണ്ട്, വാഴയൊക്കെ ഒടിഞ്ഞ് ഈ തേനിയൊക്കെ വെച്ചിട്ടേ പ്രോപ്പറായിട്ട് നനയ്ക്കാൻ പറ്റാത്തൊരു ഇതായതുകൊണ്ട് വാഴക്കലൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നു. ഞാൻ ഇപ്പോൾ ഒന്ന് കുറേ കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു 1.5 മാസമൊക്കെ മൂപ്പ് കുറവുള്ള മഞ്ചേരിക്കുള്ളൻ വെക്കുക. ഒരു ആവറേജ് ചെറിയ കൊലയായിരിക്കും, 8 to 12 ആണ് കൊല വരുന്നത്. നല്ല കന്ന 8 to 12 ആണ് കൊല. അപ്പോൾ ആവറേജ് ഒരു 8 കിലോ 9 കിലോ ഒക്കെ കിട്ടുള്ളൂ. 10, 16 ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നിരുന്നാലും ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് വിളവെടുത്ത് പോരാൻ പറ്റും. ഇത് പിന്നെ ചേമ്പാണ്. ചേമ്പ് ഇടമഴ കിട്ടിയിട്ട് അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമുള്ളവർക്ക് ഇപ്പം നടാം. ഇറിഗേഷൻ ഫെസിലിറ്റി ഇല്ലാത്തവർക്ക് മഴ പെയ്തിട്ടാണ് വെക്കാൻ നല്ലത്. ഇത് നമ്മുടെ തേനി നേന്ത്ര. നല്ല സൂപ്പർ കന്നാണ് തേനി നേന്ത്ര എന്ന് പറയുമ്പോൾ ഒരു 12 മുതൽ 16 കിലോ ഒക്കെ തൂക്കം ഉണ്ടാവും. ഒരു 11 മാസമാണ് കാലാവധി. നല്ല അത്യാവശ്യം നല്ലൊരു ഈൽഡാണ് തേനി നേന്ത്രന് കിട്ടുക. നമ്മുടെ റോബസ്റ്റ് മഞ്ഞ, റോബസ്റ്റ് കുറച്ച് ഒത്തിരി കമ്മികളുണ്ട്. നമ്മുടെ ഇസ്രായേലി റോബസ്റ്റിനോട് ജീനോട് കടപിടിക്കുന്ന രീതിയിലുള്ള അതാണ് മഞ്ഞ. കൃത്യമായി വളം ചെയ്ത് അതിനെ പരിപാലിച്ചു പോന്നാൽ നല്ല സൈസിൽ കായ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും.